ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇന്റൻഷനലി നിങ്ങളോടൊരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതെങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുക? 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങും. ഒന്ന്, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. അതായത് വളരെ ക്വിക്കായിട്ട് റിപ്ലൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെപ്പോൾ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെന്ത് കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ എപ്പോഴും ഫ്രീ ആണ്. ലൈക്ക് നിങ്ങളുടെ എല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ തുടരുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി നൽകുക. 2, അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്കൊരു ഇമോഷണൽ സ്വിച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇമോഷണലി അവർ നിങ്ങളോട് അത്ര അറ്റാച്ച്മെന്റ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. അതേ കാര്യം നിങ്ങളും അവരോട് ചെയ്യുക. അതായത് അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. സോ അതേ ഡിസ്റ്റൻസ് നിങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിനർത്ഥം അവരോട് തീരെ കോണ്ടാക്ട് വെക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. അവര് നിങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. പക്ഷെ കംപ്ലൈന്റ് പറയുന്ന രീതിയിൽ, എന്താണ് ഇപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കംപ്ലൈന്റ് നിങ്ങൾ ഒഴിവാക്കുക. ബിക്കോസ് അവർ ഇന്റൻഷനലി ആണ് നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതേ എനർജി നിങ്ങളും മാച്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഈ ഒരു കാര്യം ഹെൽത്തി വേയിൽ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം. 3ാമത്തെ കാര്യം, നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയി മാറുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി 1-2 ആക്ടിവിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ സ്വാഭാവികമായിട്ടും നാച്ചുറലി നിങ്ങൾക്ക് എൻഗേജ്ഡ് ആകാൻ സാധിക്കും. നിങ്ങൾ അത്ര പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു രീതിയിലേക്ക് നിങ്ങൾക്ക് സ്വയം മാറാനും സാധിക്കും. അതായത് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടും, ഇങ്ങനെയുള്ള ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ഗ്രാജുവലി മാറാൻ തുടങ്ങും. സോ നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയി മാറും എന്നുള്ളതാണ്. അൺപ്രഡിക്റ്റബിൾ ആയി മാറുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. മാത്രമല്ല നിങ്ങൾ വളരെ റെസ്പെക്റ്റോട് കൂടി, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകുകയും ചെയ്യും. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇന്റൻഷനലി നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇനി ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേസിങ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ചേസിങ് അഫർമേഷൻ ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, ചേസിങ് അഫർമേഷൻ എന്ന് അയച്ചു തരാം.